ജോലി കഴിഞ്ഞ് വന്നിട്ട് എന്തുണ്ടാക്കുമെന്ന് പറഞ്ഞ നിപ്പാണിത് കേട്ടോ. ഞാൻ കുറേ വിചാരിക്കുന്ന ഒരു 1 വീക്കിനുള്ള ഒരു ഫുഡ് ചാർട്ട് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പം എന്തായാലും നോക്കണം, അതാകുമ്പോൾ അതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ. കറങ്ങി തിരിഞ്ഞ് എങ്ങനെയാലും ഗോതമ്പ് പൊടി തന്നെ എന്നും എത്തലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ മഞ്ഞ കവറൊക്കെ ഇടുന്ന പൊടി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. മറ്റേ റോസ് കവറൊക്കെ ഇടുന്നതിനെക്കാട്ടിലും രണ്ടും ഒരു പൊടി തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കിത് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ കലക്കി വെച്ചിട്ട് ഞാൻ കുറച്ച് കറി ഇരിപ്പുണ്ട് അത് ഫ്രിഡ്ജിൽ, അത് ചൂടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറിയൊക്കെ ചൂടാക്കാൻ വെച്ച് ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മത്തങ്ങായും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി പറക്കി വെക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് ആ കറി ചൂടായി മാറ്റി വെച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ദോശയാകുമ്പോൾ തിരിച്ചും മറിച്ചും കൊടുത്തിട്ടാൽ മതിയല്ലോ, ആ സമയത്ത് ബാക്കി പണിയൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അത് കറി നമ്മൾ ചൂടാറിയിട്ടുണ്ട്, അത് പ്ലേറ്റിലോട്ടെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഒരാൾക്ക് വേണ്ടിയുള്ള കറിയെ ചൂടാക്കിയിട്ടുള്ളത്, അതാകുമ്പോൾ വേറെ പാത്രമൊന്നും കഴിവുണ്ടല്ലോ, പ്ലേറ്റിൽ തന്നെ ദോശ ചുട്ടാൽ അതിൽ കഴിക്കാമല്ലോ. പിന്നെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഈ അരികു മുറിഞ്ഞ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയുള്ളവരെ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതാ ഇർഫാനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലും ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ആ പഴവും പാലും ഒക്കെ എടുത്തിട്ട് ഇർഫാനാണ് സ്മൂത്തി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നാളത്തേക്കുള്ള തേങ്ങയാണ്, അപ്പോൾ തിരികെ വെക്കലാണ്. അപ്പോൾ ഞാൻ ജോലി നേരത്തെ ദിവസങ്ങളിലൊക്കെ മാക്സിമം ഇങ്ങനത്തെ പണികളൊക്കെ ഒതുക്കി വെക്കലുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ തിരികെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. ഒരാഴ്ചയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം കേട് വരുവേ. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരം എങ്ങനെ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ പൊട്ടിച്ച പാടെ എനിക്കത് കഴിക്കണം, പണ്ടോട്ടുള്ള ശീലമാണ് കേട്ടോ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ നല്ലൊരു പാത്രം എടുത്തിട്ട് ചെപ്പെടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജ് വെക്കലുണ്ട് കേട്ടോ. പിന്നെ ഒരാഴ്ചത്തെ പച്ചരി വെളിയിരിക്കായിരുന്നു റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചത്, ഇപ്പോഴും എടുത്ത് വെക്കാൻ സമയം കിട്ടും, അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ട് കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം അത്രയുള്ളേ.